ഇത്ര രാവിലെ തന്നെ ഇത് വേണോ അച്ഛാ? എന്ത് ചെയ്യാന്? രാമനാരായണനെ കുറിച്ച് ഓർത്തറ. അതാര്? കണ്ടോടാ, വെള്ളം അടിക്കുന്ന എനിക്ക് നിന്റെ അച്ഛന്റെ പേര് ഓർമ്മയുണ്ട്, നീ മറന്നുപോയി. അച്ഛാ, എന്റെ അച്ഛന്റെ പേര് സൂര്യനാരായണൻ. ഒരു ബഗ് ഉള്ളി ചെന്നപ്പോ രണ്ടച്ഛൻ ജമ്പായി പോയതാടാ. മോനെ, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ 13 വർഷങ്ങളായടാ. അവനെ നമുക്ക് കിട്ടിയിട്ട് നല്ല പറയേണ്ടത്, നമ്മളെ അവന് കിട്ടിയിട്ട് 13 വർഷങ്ങളായെന്ന് പറ. അതെന്താടി? നിങ്ങൾ വെള്ളം അടിച്ച് ലെവലില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ വീണ് കിടന്നപ്പോഴേ ട്രെയിനിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നത് ഇവനാ. സോറിടാ, 13 വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടത് ഞാൻ ഇപ്പൊ നിന്നോട് പറയൂ. എന്ത്? താങ്ക്സ് ഡാ. ശരി ശരി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്തോ പിന്നെ. അതേ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അതിനു മുമ്പേ വിറ്റുതരാം. കണ്ടോടാ, എന്റെ വിഷമം അല്പമെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നോക്ക്. ഒന്ന് ചുമ്മാ ഇരി. എന്റെ കയ്യിൽ 70 കിലോ പൊന്നുള്ളപ്പോ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നേ? ഇതങ്ങ് നിർത്തിക്കൂടെ അച്ഛാ? ശരി, നിർത്തിയേക്കാടാ. നീ ബെറ്റിംഗ് നിർത്തിയാ ഞാൻ ഇത് നിർത്തിയേക്കാം. ഹലോ, നീ എല്ലാ മാസവും 1-ാം തീയതി എന്നെ വീട്ടുമുറ്റത്ത് തെണ്ടാൻ വന്നോണം. അത് മാറ്റിയേ ചെയ്യരുത്. അപ്പോ ഞാനും അവനെ പോലാണെന്നോ? പക്ഷെ അവൻ നിന്നെ പോലല്ല. അവൻ മറ്റു വീട്ടിൽ തെണ്ടുമ്പോ നീ സ്വന്തം വീട്ടിൽ തെണ്ടും. അയ്യോ, ഓണറെ പിച്ചക്കാരനെന്ന് വിളിക്കുന്നോ? എടുക്ക്, എന്റെ റെന്റ് വേഗം എടുക്ക്. റെന്റും കറണ്ടും ബില്ലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ആളിപ്പോ വരും. പറഞ്ഞോട്ടെ. ഇങ്ങേര് നന്നാവൂല. നന്നാവാൻ ഞാൻ ടോണിക്കല്ല കുടിക്കുന്നേ. കള്ളിനോട് വെറുതെ സംസാരിച്ചിട്ട് വേറെന്ത് പറ്റാനാ? നീ തരേണ്ടത് ഇങ്ങ് തന്നാ ഞാൻ അങ്ങ് വെക്കോളാം, അല്ലേടാ സോമ? ഇതെന്താ ഒരു പുതിയ രീതി? നമ്മൾ എല്ലാ മാസം ബെറ്റ് വെക്കാറുള്ളതല്ലേ? ഇവിടെ താമസം തുടങ്ങി അന്ന് മുതൽ നീ എന്നെ ഒതുക്കിയത് മതി. നമ്മൾ ബെറ്റ് വെക്കുന്നു, ഞാൻ അങ്ങ് തോക്കുന്നു, വാടക തരാതിരിക്കുന്നു. ഇന്ന് മുതൽ ആ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുക, അല്ലേടാ സോമ? അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഇന്ന് നിനക്ക് എന്നെ ഒതുക്കാനൊന്നും പറ്റില്ലടാ മോനെ. വെളുപ്പിന് യോഗയൊക്കെ കഴിഞ്ഞ് മംഗളാനന്ദ സ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാ വന്നത്. ശരി, പക്ഷെ അവസാനമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? നിന്റെ ജീവിതത്തിലെ അവസാന ചോദ്യമാണെങ്കിൽ ശരി, എന്റെ അവസാനത്തെ മറുപടി തന്നെയാ. എന്നാ ഞാൻ ലോക്ക് ചെയ്യട്ടെ. ബെറ്റല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ ശരി, അങ്കിളുടെ വിധി. കസ്തൂരി ആന്റി, ആന്റി ബെറ്റിന്റെ കാശ് എടുക്കും. എന്റെ ഭാര്യ നിനക്ക് ബെറ്റ് കാശ് തരുന്നത് എന്തിനാടാ? അതെ അങ്കിൾ, ഇത്തവണ അങ്കിള് ബെറ്റ് വെക്കില്ലെന്ന് ആന്റിയോട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. വീട്ടിലുള്ള ആണുങ്ങളോട് പറയാതെ എന്ത് തോന്നിയ സ്ഥലത്ത് കാണിച്ച അവനോട് ബെറ്റ് വെച്ചാൽ എന്നോട് പറയുന്ന നിങ്ങളുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വീട്ടിൽ നടത്തിക്കോ. എന്റെ കാശ് എടുക്ക്. പോക്കറ്റ് ഇതാ പിടിക്ക്, നിങ്ങളുടെ റെന്റും എന്റെ പേഴ്സന്റ്. നീ അത്ര മിടുക്കനാണെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും നീ ഇങ്ങനെ പണി കൊടുക്കുന്നത് പോലെ ആരെങ്കിലും നിനക്കിട്ടും പണി തരൂടാ. വിജയത്തിലുള്ള ലഹരി വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. Now I am a loser. അവനോട് എനിക്ക് ജയിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും. അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത്. ചെയ്യും. മാൻഷൻ ഹൗസ് ക്രിക്കറ്റ് ലീഗിലേക്ക് വെൽക്കം വെൽക്കം. മാൻഷൻ ബോയ്സാ ജയിച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തുന്നതിനേക്കാളും ഈസിയാ. ഇവിടെ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൂല, ബാറ്റിംഗ് എന്ന് പറയുന്നത് ചൂല് കൊണ്ടുള്ള തൂത്തുവാറില്ല. അപ്പൊ ബൗളിംഗ് എന്ന് ചീത്തയായ കൊഴുക്കട്ട വലിച്ചെറിയുന്നു. അതേ ഉള്ളൂ. 6 അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അടപ്പ ഞാൻ തരും. അതെ. ബോൾ ബോൾ ബോൾ, സിക്സിനുള്ള ബോൾ. സ്റ്റാമ്പിന്റെ ഫ്രണ്ട് ഇല്ലടാ. സോറി സോറി സോറി. മാഡം വെയിറ്റ്. അമ്മോ, ക്യാച്ച് ചെയ്തോളണം. 6 വരുന്നുണ്ട്. ബാൾ വരുമ്പോ എങ്ങനെ 6 അടിക്കണം? എന്താടാ ബാൾ വരുമ്പോ എങ്ങനെ 6 അടിക്കണം? പോയി അടി. അപ്പൊ ഞാൻ ഇനി എങ്ങനെ അടിക്കുന്നേ? രാജാ, നിനക്ക് വിയർപ്പ് തുടക്കണമെങ്കിൽ എന്റെ ധാവണി തരാം. നിനക്ക് ദാഹിക്കുമ്പോ നീ എന്നെ വിളിച്ചാ മതി. അയ്യോ, കൈയ്യട. ഇവർക്ക് ഷേക്കാൻ കൊടുക്കുന്നോ? ഇവർ നമുക്ക് പാകിസ്ഥാൻകാരെ പോലെയാ. ചെല്ല്, പൊസിഷനിൽ നിൽക്കപ്പോ. ബുദ്ധിയില്ലാത്ത പിള്ളേർ പോ. ഇവന്റെ പേഴ്സണാലിറ്റി കണ്ടാൽ ആരാ നോക്കാത്തത്? പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് എന്താ? ഒന്നുമില്ല. റെഡി റെഡി.
എന്താ ഒന്നുമില്ല ഡോക്ടർ. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ? കുറച്ച് പ്രോബ്ലം തന്നെയാണ്. കഴിച്ച് ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ലിവർ സിറോസിസ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. പകരം മരുന്ന് കൊണ്ടുവല്ല. മരുന്ന് കൊണ്ട് മാത്രമാണെങ്കിൽ ഏറിയ 1 മാസമേ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ത് ചെലവ് വരും ഡോക്ടർ? 25 lakhs വരെ ചെലവ് വരും. അമ്മേ, അച്ഛന് കൊടുക്കമ്മേ. ഇതെന്താ അച്ഛൻ മൊത്തം എനിക്ക് തരുന്നേ? എടാ എനിക്ക് വയസ്സായില്ലേ, ദഹിക്കത്തില്ലടാ. അതുകൊണ്ടാ നിനക്ക് മുട്ട, എനിക്ക് റൈസ്, നിനക്ക് പീസ്, എനിക്ക് ചാറ്. തിന്നടാ, തിന്ന്. എന്താ അച്ഛാ കഴിക്കാതെ എന്നെ നോക്കുന്നത്? വേറൊന്നും അല്ലടാ, നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലം ജീവിക്കണമെന്ന് തോന്നുന്നു എനിക്ക്. നിന്റെ അച്ഛനെ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ജെയിംസ്, നീ എന്താ ഇവിടെ? നീ പറഞ്ഞത് കറക്റ്റാ ബോസ്. കീഴ്പ്പെടുത്തുമ്പോഴുള്ള ലഹരി വേറെ, വിക്ടറിയിലുള്ള ത്രില്ലും വേറെ. നിന്നോട് ഞാൻ തോറ്റതിന് ശേഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ബോസ്. അതുകൊണ്ട് വീണ്ടും ഒരു ബെറ്റ് കൂടി വെക്കാം. യെസ് ബ്രോ, ഇതുവരെ നീ കെട്ടിയിട്ടുള്ള ബെറ്റിലെല്ലാം 1-2 ലക്ഷമല്ലേ കെട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ബെറ്റിൽ നീ വിന്നായാൽ നിനക്ക് വേണ്ട 25 lakhs ഞാൻ തരാം. എന്നാൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് 1 രൂപ പോലും തരണ്ട ബോസ്. ഈ ക്യാപിറ്റൽ സിറ്റിയിൽ എവിടെ ബെറ്റിംഗ് നടന്നാലും നീ അവിടെ വരാൻ പാടില്ല. എവിടെ ബെറ്റിംഗ് സൗണ്ട് കേട്ടാലും നിന്റെ പേര് അവിടെ കേൾക്കാനും പാടില്ല. ബെറ്റ് എന്താ? ഇത്തവണ കാർ റേസോ ബൈക്ക് റേസോ ഒന്നും അല്ല ബോസ്, ലവ് റേസ്. ഒരു പെൺകുട്ടിയെ നീ ലവിൽ വീഴ്ത്തണം. പെണ്ണും ലവുമായിട്ടും എനിക്ക് ബന്ധമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് ബെറ്റ് കെട്ടിയ കിക്ക് ഉണ്ടാവണം, ലൈഫിൽ റിസ്ക് വേണമെന്നൊക്കെ? അതിലെന്ത് റിസ്ക് ഉള്ളത്? ആ പെണ്ണാരാണെന്നറിയോ? ബെല്ലാരിയുടെ മകൾ. അവനാരാ? ആരാണെന്നോ? ബ്രീഫായി പറഞ്ഞ ബെല്ലാരി എന്ന എ ജയന്റ്, അയാളുടെ മകളെന്ന വിലയേറിയ കോഹിനൂർ ഡയമണ്ട്. പേര് ചൈത്ര, BDA സ്റ്റുഡന്റാ. ബെല്ലാരി കുടുംബത്തിലെ രാജകുമാരിയാണ് അവൾ. അവക്ക് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. സത്യ, സത്യൻ സത്യൻ കത്തിയെടുത്താൽ പിന്നെ രക്തം ചിന്താതെ കത്തി താഴ്ത്തില്ല. ആ ബെല്ലാരിയുടെ മകളോട് നീ ഐ ലവ് യു എന്ന് പറയണം. താങ്ക്സ്. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ബെറ്റ് തന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഡീൽ ഓക്കെ. ബട്ട് ഇതൊക്കെ 30 daysനുള്ളിൽ നടക്കണം. 30 daysനുള്ളിലോ? യാ, നീ ഇതുവരെ പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളെന്നല്ലേ പറയാറുള്ളത്. ബൗണ്ടറി ലൈൻ ഇല്ലെങ്കിൽ പിന്നെ മാച്ചിന് ഒരു സുഖം ഉണ്ടാവില്ല. ഇന്ന് ഡേറ്റ് December 2nd. 31st ആ പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ നീ ബെറ്റിംഗിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിരിക്കണം. ഇതാ പെണ്ണിന്റെ ഫോട്ടോസ് ആൻഡ് ഡീറ്റെയിൽസ്. ജെയിംസ്, പൈസ റെഡിയാക്കിക്കോ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. ഇത് സാധാ കോൺഫിഡൻസ്. മിസ്റ്റർ കിങ് മസിൽമാൻ മച്ചാ, നീ ധീരവീരൻ തകതക തും തം മച്ചാ. മിസ്റ്റർ കിങ് മസിൽമാൻ മച്ചാ, എന്നെന്നും ഇവനിനി നമുക്ക് മുഴുവൻ രക്ഷ. ചൈത്രമോളുടെ ദേഹത്ത് വന്ന് എടുക്കൂടാ നീ.
സത്യം അതല്ല മാഡം. അവനെ അങ്ങ് വിട്ടേക്ക്. ശരി മാഡം. ഏയ് താഴേക്ക് വിടാനല്ല പറഞ്ഞത്, അയാളെ ഉപദ്രവിക്കരുതെന്ന്. ഇനി ഒരു തവണ കൂടി മോളുടെ ദേഹത്തെങ്ങാനും മുട്ടിയാൽ നിന്നെ ഇവിടെ നിന്നായിരിക്കും എറിയുന്നത്. അവിടെ നിന്ന് താഴോട്ടാ. പോ പോ. എന്റെ അമ്മോ, ഇത്രയും വലിയ സെക്യൂരിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. യൗവന്റെ കൈയോട് ചാവൂടാ. ഇത് കണ്ടിട്ട് നിനക്കെന്ത് മനസ്സിലായടാ? എങ്ങനെ മനസ്സിലാക്കാനാ? ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. സൗമ്യ, സൗമ്യ പ്ലീസ്. Crazy, ഭ്രാന്താണോ നിനക്ക്? യെസ്, ഐ ആം ക്രേസി അബൌട്ട് യു. ഹേയ്, നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ആരെയാടാ വരട്ടെ? ഒരു പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തു അല്ലേ? ശരിക്കും കോളേജ് ഒരു സരസ്വതി ദേവാലയമാണ്. പവിത്രമായ ആ സ്ഥലത്ത് വെച്ചൊരു ഭാരത സ്ത്രീയെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു. താൻ ആരാടോ? എന്നെ നിനക്ക് അറിയില്ലല്ലേ? ഇതിന്റെ അനിയത്തിയാണ്. ഹലോ ഗാന്ധിജി, ബാബുജി, ഇതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ? കോളേജിൽ പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാതാക്കിയിരിക്കുന്നു. അല്ല, എന്താ ഈ കാണിക്കുന്നേ? സോറി മോളെ, ഇവന് കൊടുക്കാനല്ല എന്റെ അനിയന് കൊടുത്തത്. സോറിടാ. സ്വാമി വിവേകാനന്ദൻ എന്താടാ പറഞ്ഞത്? സുഭാഷ് ചന്ദ്ര ഘോഷ് എന്താടാ പറഞ്ഞത്? ചന്ദ്രബോസ്. ആവേശം വരുമ്പോൾ തെറ്റിപ്പോ ആളിയാൻ പറഞ്ഞു. എന്താടാ പറഞ്ഞത്? നിന്നെ പോലുള്ള തെമ്മാടികളെ വെറുതെ വിടുന്നത്. നീയൊക്കെ കോളേജിൽ ടൈം പാസിനാണോടാ വരുന്നത്? വെറുതെ ബീറടിച്ച് നടന്നാ പോരാ, ഇതുപോലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കൂടി വേണം. ഇത് പിടിക്ക്. എന്താടാ, പെൺകുട്ടികൾ പ്രേമിച്ചില്ലെങ്കിൽ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കൂ, അല്ലെ ക്ലാസ് റൂമിൽ വെച്ച് കഴുത്തു മുറിക്കൂ, അതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവോ? വേണ്ട, ക്ലാപ്സ് അടിക്കരുത്. ലോകത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു ആക്ഷനാ ക്ലാപ്സ്. ഹലോ, നിന്റെ ഓവർ ആക്ഷൻ നിർത്ത്. എന്നിട്ട് അങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്നായോ? ഇപ്പോഴല്ലേ ഇവരൊന്നായത്, ഫസ്റ്റ് ഇയറിലെ ഒന്നായവരാ. ഇവരാണ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് ലവേഴ്സ്. മാരേജ് കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് കപ്പിൾസും ആവും. എപ്പോഴെങ്കിലും തമ്മിൽ പിണങ്ങിയ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് കൂളാക്കുന്നതാ. എങ്കിൽ പിന്നെ അത് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഹിറ്റ്ലറെ പോലെ ജാട കാണിച്ചിട്ട് എന്നെ പറയാൻ സമ്മതിച്ചോ? അതെ, ഏത് കോളേജിലാ നിങ്ങള്? അടുത്ത കോളേജ്. ഈ സീൻ ബ്യൂട്ടി കണ്ടൊന്ന് വന്നേ ഉള്ളൂ അല്ലേ? അധികം ബ്യൂട്ടി കണ്ട് നിൽക്കണ്ട, സീൻ വീണ്ടും റിവേഴ്സ് ആവും. അളിയ രാജ്. ഓ, അച്ഛാ, ഞാനിപ്പോ വരാം. ശരിയടാ. എന്താടാ? അവളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മൊത്തം കിട്ടി. അതെയോ? പക്ഷെ അവളെ വളയ്ക്കാൻ കോളേജിന് അകത്ത് വെച്ചോ പുറത്തു വെച്ചോ ഒന്നും നടക്കില്ല. അതങ്ങ് വിട്ടേക്ക്. നീ ചുമ്മാരടാ, അളിയെ വിഷമിക്കാതെ. അവൾ സ്ഥിരമായ ഒരിടത്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. നീ അവിടെ കയറി പറ്റിയ സംഗതി ഈസി. അകത്ത് കയറാൻ സെക്യൂരിറ്റി പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെയും പേടിക്കണ്ട. ഡാൻസ് പഠിക്കലൊന്നും ശരിയാവില്ല. അതിന് പഠിക്കുന്ന എന്തിനടാ? പഠിപ്പിച്ചാ പോരെ? പഠിപ്പിക്കാനോ? അതെ അളിയാ, ചിക്കാഗോ ഇത് പുതിയതായി രംഗീല എന്ന് പറയുന്ന ഒരു ഡാൻസ് മാസ്റ്റർ വരുന്നുണ്ട്. അവനെ വളച്ച് ഉൾട്ട അടിച്ച സംഗതി ഓക്കെ. എപ്പോഴാണ് അവൻ ലാൻഡിങ്? നോക്കടാ, രംഗീല വരുന്നു. ഇതാരാടാ? മത്തന് കോലം കുത്തി പോലെ ഉണ്ടല്ലോ. Dirty Indians. All 1 rupee coins. എല്ലാം വേസ്റ്റ് ഫെലോസ്. I should maintain some distance. ഓ, നിങ്ങൾ ആർക്ക് വേണ്ടിയാ വന്നത്? സാറിന് വേണ്ടിയാ, കണ്ടില്ലേ? നിങ്ങൾ വരുമെന്ന് ഇൻഫർമേഷൻ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ ഉണ്ട് സാർ. ഓ, ഇറ്റ്സ് ക്രൈസി. Hey Lilliput, take this. Hey Deadpool, take this. Hey Dobby, take this. ഡോബി എന്നല്ല എന്റെ പേര്, ബോബിന്നാ. നിന്റെ പേര് ഞാൻ മാറ്റിയടാ. Hey, നീ എന്താണ് ഇങ്ങനെ? ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. ഞങ്ങൾ എന്തിനാ സാർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ആരാടാ? Indians. ഏതാ നിങ്ങളുടെ കറൻസി? രൂപ. എന്റെ കറൻസി ഡോളർ. എനിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എത്രയാടാ? 46. അറ്റ്ലീസ്റ്റ് 46 feet ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. Come on, follow me. ആരാടാ ഈ ബ്ലാക്ക് ബ്രേസ്? നൈജീരിയൻസാ സാർ, ഡാൻസ് സ്കൂൾ സ്റ്റുഡൻസാ. എന്തോടാ പറഞ്ഞു? അത് സാറിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി ലഡുവും മറ്റു പ്രസാദവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്താടാ ഈ ഫോറിനേഴ്സ് ആകെ വലിയ ഭക്തിയിലാണല്ലോ. ഓട്ടോഗ്രാഫ്സ് എന്തിനാടാ? ഫോട്ടോഗ്രാഫ്സ് എടുത്തോ.
ഓ, ഈ ഓടി നമ്മുടേതാ? ഈ ഓട്ടോ ആണ് നമ്മുടേത്. എന്താടാ ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറ് ട്രാവൽ ചെയ്താകെ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ, Yes. ഫ്രഷ് ആവാൻ വേണ്ടിയാ. ഞാൻ ഫ്രഷപ്പ് ഇവിടെ റംഗീല ഫ്രഷപ്പ് ആകാൻ മിനിമം ടാച്ച് കൃഷ്ണെങ്കിലും വേണം. ഇത് അതിലും ടോപ്പാ, രാജ് കൃഷ്ണ. അകത്ത് കയറി നോക്ക്. പിന്നെ ഔട്ട്ലുക്ക് എന്താ ഇവന്റെ കുട്ടാക്കി? പക്ഷെ അകത്തേക്ക് കയറി സാറിന്റെ മുഖം പോലെ Really? Come on. കാണുന്നവർക്കൂടെ തോന്നണ്ടേ? അതെ, ഇതെനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ? Who is this slumdog? ഹൗസ്കീപ്പിംഗ് സാർ. ഹായ്. ഓയ്, സ്ഥലം കൊല്ലില്ലെങ്കിലും പീസ് കൊല്ലാം. Who is this slumdog? റൂം സർവീസ്, റൂം സർവീസ്. സർവീസോ? ഇവർ മസാജ് ചെയ്യോ? ഇടിച്ചു പിഴിയും. ഇടിച്ചു പിഴിയോ? ഇടിച്ചു പിഴിയൊന്ന്. ഇടിച്ചു പിഴിയും.